Okay, listen here. In our last class, we are discussing about man, the living machine. Okay, man, the living machine. അതില് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? The breathing system പറഞ്ഞു അല്ലേ? അത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? Breathing system. Then next, the digestive system. അതാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. The digestive system. Okay, listen. വായിച്ചു നോക്കിയിരുന്നോ ബ്രീത്തിങ് സിസ്റ്റം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay, listen. The digestive system. Next point is the digestive system. The process of changing of food into a simple form so that it can be used by the body is called digestion. Okay. The process of changing of food into a simple form so that it can be used by the body is called digestion. The food that we eat mixes with the saliva and becomes soft. Listen. And from the mouth, food goes to the stomach. In the stomach, it mixes with the digestive juices. It remains in the stomach for about 4 hours. From the stomach, the food moves into the small intestine. Here, the digested food is taken in by the blood and carried to the other parts of the body. The undigested food goes to the large intestine. From there, it is thrown out of the body through the anus. എന്താണ്? What do you mean by digestive system? Digestive system എന്ന് വെച്ചാൽ എന്താണ് അറിയാമോ? ദഹന സംവിധാനം അല്ലേ? ദഹന പ്രക്രിയയാണ് എന്ത് പറയാ? ഡൈജഷൻ എന്ന് പറയാ. ദഹനം, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ വയറ്റിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ദഹിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് ഡൈജഷൻ എന്ന് പറയാം. ഓക്കെ, ദ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ ദഹന സംവിധാനം. ഓക്കെ, മീനിങ് അറിയില്ലെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളൂ. ദഹന സംവിധാനം. The process of changing of food into a simple form so that it can be used by the body is called digestion. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡൈജഷൻ എന്ന് പറയാം. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ വയറ്റില് നിൽക്കുകയല്ല ചെയ്യുന്നതല്ലേ, അത് വയറ്റിൽ എന്ത് ചെയ്യുന്നു? ഡൈജഷൻ ചെയ്യുന്നു അല്ലെ? വയറ്റിൽ കിടന്നത് ദഹിക്കാറുണ്ട്. അപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാണ് ഡൈജഷൻ പ്രോസസ് എന്ന് നമുക്ക് നോക്കാം. The food that we eat mixes with the saliva and becomes soft. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏതുമായിട്ട് മിക്സ് ആവുന്നു? സലൈവ അല്ലെ? What do you mean by saliva? സലൈവ എന്ന് വെച്ചാൽ എന്താണ്? സലൈവ ഉമിനീരാണ്. ഉമിനീർ അല്ലെ? വായ്ക്കകത്തുള്ള ഉമിനീരിനെയാണ് സലൈവ എന്ന് പറയാം. അപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താകുന്നു? വായ്ക്കകത്ത് നിന്ന് സലൈവയുമായിട്ട് മിക്സ് ആയിട്ട് it becomes soft. അത് സോഫ്റ്റ് ആയി മാറുന്നു. From the mouth, food goes to the stomach. എവിടുന്നാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് എങ്ങോട്ടാണ് പോവുക? വയറ്റിലേക്ക് പോവാണ് അല്ലെ? From stomach it is goes to the mouth. From mouth it is goes to the stomach. അത് വായിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറിലേക്ക് പോകുന്നു. In the stomach, it mixes with the digestive juices. വയറ്റിനകത്ത് നിന്ന് ആ ഭക്ഷണം എന്താവും? ഡൈജസ്റ്റീവ് ജ്യൂസസുമായിട്ട് മിക്സ് ആവും. എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസ്? അതായത് ദഹനരസം എന്നാണ് പറയാ. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ദഹിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസിനെയാണ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയാ. നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണോ നമ്മുടെ വയറ്റിൽ ദഹിക്കുന്നത് അതിനെയാണ് ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയാം. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക്, വായയിൽ നിന്ന് അത് വയറ്റിന്റെ അകത്തേക്ക് പോകുന്നു. വയറ്റിനകത്ത് നിന്ന് ഇത് എന്ത് ചെയ്യുന്നു? ദഹന രസവുമായിട്ട് അല്ലെ, ഡൈജസ്റ്റീവ് ജ്യൂസസുമായിട്ട് അത് മിക്സ് ആകും. എന്നിട്ട് ഇറ്റ് റിമെയിൻസ് ഇൻ ദ സ്റ്റൊമക് ഫോർ അബൌട്ട് 4 hours. നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ആയിട്ട് വയറ്റിന്റെ അകത്ത് ഏകദേശം 4 മണിക്കൂർ അതവിടെ നിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് വയറിനകത്ത്
ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ആയിട്ട് 4 മണിക്കൂർ അത് എന്ത് ചെയ്യും, നമ്മുടെ വയറ്റിൽ തന്നെ നിലനിൽക്കും. Then from the stomach the food moves to the small intestine. എന്ത് ചെയ്യും, വയറ്റിൽ നിന്ന് ഈ ഭക്ഷണം ചെറുകുടലിലേക്ക് പോകും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താണ്, ചെറുകുടൽ അല്ലെ. ചെറുകുടൽ വൻകുടൽ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ വയറിനകത്തുള്ള ചെറുകുടലിലേക്കാണ് ഈ വയറ്റിൽ നിന്ന് ഈ ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ആയിട്ടുള്ള ഭക്ഷണം പോകുന്നത്. എങ്ങോട്ടാണ്? ചെറുകുടലിലേക്കാണ്. Here the digested food is taken in by the blood and carried to the other parts of the body. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കഴിച്ച ഭക്ഷണം വായിൽ നിന്ന് നമ്മുടെ വയറ്റിലേക്ക് പോകുന്നു. വയറ്റിലെത്തിയിട്ട് അത് ഡൈജസ്റ്റീവ് ജ്യൂസസുമായിട്ട് ദഹനരസങ്ങളുമായിട്ട് മിക്സ് ആവും. മിക്സ് ആയ ശേഷം എന്ത് ചെയ്യും, അത് ചെറുകുടലിലേക്ക് പോകും. ഇറ്റ് ഗോസ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിലേക്ക് പോകും. ചെറുകുടലിൽ എത്തിയ ശേഷം ദഹിച്ച ഭക്ഷണം അല്ലെ, നമ്മൾ കഴിച്ചിട്ട് ദഹിച്ച ഭക്ഷണം, നമ്മുടെ ശരീരവുമായി ദഹിച്ചു ചേർന്ന ഭക്ഷണം എങ്ങോട്ട് പോകും? digested food is taken by the blood. അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് കൊണ്ടുപോയിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുമെന്നാണ് പറയുന്നത്. അതായത് we eat a food and that goes to our stomach. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യും, നമ്മുടെ വയറിലേക്ക് പോകും. വയറ്റിലെത്തിയ ശേഷം അത് ഡൈജസ്റ്റീവ് ജ്യൂസസ് ദഹനരസങ്ങളുമായിട്ട് മിക്സ് ആയി വയറ്റില് ഏകദേശം 4 മണിക്കൂർ അത് നമ്മളെ വയറിൽ തന്നെ കിടക്കും. എന്താണ് ജൂലിയറ്റ്? Where are you, Juliet? എന്താണ് മോളെ? അതൊന്ന് ആദ്യം മുതലൊന്ന് പറയാനാ. Okay, listen. The process of changing of food into a simple form so that it can be used by the body is called digestion. എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫോമിലേക്ക് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് എന്ത് പറയാ, ഡൈജഷൻ. അതായത് ദഹനം അല്ലെ. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് നമുക്ക് വയറുവേദനയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാരന്റ്സ് എന്ത് പറയും, ഭക്ഷണം ദഹിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും എന്ത് ചെയ്യണം, നമ്മുടെ വയറ്റിന്റെ അകത്തുനിന്ന് അത് മിക്സ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലേക്ക് മാറ്റുന്നതിനെയാണ് ഡൈജഷൻ, ദഹനം എന്ന് പറയുന്നത്. Then the food that we eat mixes with the saliva and it become soft. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യും, വായ്ക്കകത്ത് എത്തിയാൽ അത് ഉമിനീരുമായിട്ട് മിക്സ് ആകും അല്ലെ. വായ്ക്കകത്തുള്ള ഉമിനീരുമായിട്ട് മിക്സ് ആകും. അങ്ങനെ മിക്സ് ആയി കഴിയുമ്പോൾ എന്താവും, ഭക്ഷണം വളരെ സോഫ്റ്റ് ആവും അല്ലെ. വായ്ക്കകത്ത് വെച്ച് നമ്മൾ ചവച്ച് കഴിയുമ്പോൾ ഭക്ഷണം വളരെ സോഫ്റ്റ് ആയിട്ട് മാറും. ആൻഡ് ഫ്രം ദ മൗത്ത് ഫുഡ് ഗോസ് ടു ദ സ്റ്റൊമക്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് എങ്ങോട്ട് പോകും, സ്റ്റൊമക്കിലേക്ക് അല്ലെ, വയറ്റിലേക്ക് പോകും. വയറിലെത്തിയ ഭക്ഷണം എന്ത് ചെയ്യും, ഇറ്റ് മിക്സസ് വിത്ത് ദ ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദഹനരസങ്ങളുമായിട്ട് അത് അവിടെ മിക്സ് ആകും. ദഹനരസങ്ങളുമായിട്ട് മിക്സ് ആയ ശേഷം ആ ഫുഡ് എന്താകും, വയറ്റിൽ അതൊരു 4 മണിക്കൂർ അവിടെ തന്നെ നിൽക്കും. Then it remains in the stomach for about 4 hours. From the stomach the food moves to the small intestine. വയറിൽ നിന്ന് ഈ ഭക്ഷണം എങ്ങോട്ട് പോകും, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ? എന്താണ് ബെനീറ്റ, എന്താണ് മോളെ? ഇപ്പൊ മിസ് ഹെഡ്ഫോൺ ഊരിപ്പോ ചെറുതായിട്ട് ക്ലിയർ ഇല്ലാത്ത കേൾക്കുന്നു. അതെയോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കെ, മിസ്സിന് വയലിട്ടാൽ ഓൾറെഡി എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് എങ്ങോട്ടാണ് പോവുക, വയറ്റിലേക്കാണ് പോവുക അല്ലെ. അപ്പൊ വയറ്റിലെത്തിയ ഈ ഭക്ഷണം ഏതുമായിട്ട് മിക്സ് ആകും, ഡൈജസ്റ്റീവ് ജ്യൂസസ്, അതായത് ദഹനരസം, നമ്മുടെ ഫുഡിനെ ദഹിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ദഹനരസമായിട്ട് അത് മിക്സ് ആവും. അങ്ങനെ മിക്സ് ആയ ഫുഡ് ഏകദേശം 4 hours 4 മണിക്കൂർ എവിടെ തന്നെ നിൽക്കും, നമ്മുടെ വയറിൽ തന്നെ നിൽക്കും.
അവിടെ നിന്ന് അത് വീണ്ടും എങ്ങോട്ട് പോകും? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറ്റിലേക്ക് പോയി. വയറ്റിൽ അത് ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ആയിട്ട് 4 മണിക്കൂറോളം അവിടെ തന്നെ കിടക്കും. ദെൻ അവിടെ നിന്ന് അത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് വെച്ചാൽ ചെറുകുടൽ അല്ലെ? ചെറിയ നമ്മുടെ വയറിന്റെ അകത്ത് എന്താണ് ചെറുകുടൽ, വൻകുടൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങോട്ട് പോകും? ചെറുകുടലിലേക്ക് പോകും. അങ്ങനെ ചെറുകുടലിൽ എത്തിയ ഭക്ഷണം എന്താവും? നമ്മൾ ദഹിച്ച നമ്മുടെ ബോഡിക്ക് വേണ്ട ഭക്ഷണമാണ് എങ്ങോട്ട് പോവാ? ചെറുകുടലിലേക്ക് പോവാം. അപ്പൊ ചെറുകുടലിൽ എത്തിയ ഈ ഭക്ഷണത്തിന് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകും അല്ലെ? നമ്മൾ കഴിച്ച ഭക്ഷണം, നമ്മളിപ്പോ ബിരിയാണിയാണ് കഴിച്ചതെങ്കിൽ ആ ബിരിയാണി ആയിട്ട് തന്നെ ഇരിക്കില്ല, അത് വയറ്റിലെത്തിയിട്ട് എന്താവും? മിക്സ് ആകും അല്ലെ? നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ബിരിയാണി വയറ്റിന്റെ അകത്ത് പോയിട്ട് അതിന്റെ ബ്ലഡ് ബോഡിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്ന ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷെ അത് എന്താണ്? നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാല് ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ആയിട്ട് ദഹിച്ചു കഴിയുമ്പോ എന്താണ്? അത് അതിന്റെ ഫോം മാറും അല്ലെ? അങ്ങനെ ദഹിച്ച ഭക്ഷണം ചെറുകുടലിൽ എത്തിയിട്ട് ചെറുകുടലിൽ നിന്ന് ഈ ഭക്ഷണത്തിന് നമ്മുടെ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകും. അതിനാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം. അതാണ് നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഭക്ഷണത്തിന് എന്ത് ചെയ്യും? ഈ ബ്ലഡ് നമ്മുടെ ബോഡിയുടെ എല്ലാ സ്ഥലത്തും എത്തിക്കും. ആൻഡ് the undigested food goes to the large intestine. Undigested എന്ന് വെച്ചാൽ എന്താണ്? ദഹിക്കാത്ത ഭക്ഷണം അല്ലെ? നമ്മൾ കഴിച്ചതില് നമ്മുടെ ശരീരവുമായിട്ട് ദഹിച്ച് മിക്സ് ആയ ഭക്ഷണം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ബ്ലഡിലെ കൂടെ പോകും. ആൻഡ് മിക്സ് ആകാത്ത ദഹിക്കാത്ത ഭക്ഷണം എവിടേക്ക് പോകും? വൻകുടലിലേക്ക് പോകും അല്ലെ? ചെറുകുടലും വൻകുടലും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശരീരത്തിൽ ദഹിച്ച ഭക്ഷണമാണ് എങ്ങോട്ട് പോവുക? ചെറുകുടലിലേക്ക് പോവുക. ദഹിക്കാത്ത ഭക്ഷണം അൺഡൈജസ്റ്റഡ് ഫുഡ് ഗോസ് ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. വലിയ വൻകുടലിലേക്ക് അത് പോകും. Then from there it is thrown out of the body through the anus. എന്താണ്? വൻകുടലിൽ നിന്ന് ആ ഭക്ഷണം എന്ത് ചെയ്യും? ബോഡിയിൽ നിന്ന് പുറന്തള്ളും. മീൻസ് മനസ്സിലായല്ലോ? നമ്മള് ടോയ്ലറ്റിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് വൻകുടലിൽ നിന്ന് നമ്മുടെ ബോഡി അതിനെ ത്രോൺ ചെയ്യും അല്ലെ? എന്താണ്? പുറത്ത് കളയും അല്ലെ? അതിനെയാണ്. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങോട്ടാണ് പോവുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറ്റിൽ പോയി അവിടുന്ന് അത് എന്ത് ചെയ്യും? ദഹിച്ച് ആ ഡൈജസ്റ്റഡ് ഫുഡ് എങ്ങോട്ടാണ് പോവുക? ചെറുകുടലിലേക്ക് പോകും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദഹിക്കാത്ത ഭക്ഷണം അല്ലെ? നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളും അല്ലെ? അതിനെ വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ത്രോൺ ഔട്ട് ഓഫ് ദ ബോഡി അല്ലെ? ശരീരത്തിൽ നിന്ന് അതിനെ പുറത്ത് കളയും എന്നാണ് പറയുന്നത്. അതാണ് the digestive system, ദഹന സംവിധാനം. ക്ലിയർ? ഇങ്ങനെയാണ് ഭക്ഷണം പോവാന്നുള്ളതാണ്. കഴിച്ചു കഴിഞ്ഞാൽ അത് വായിൽ നിന്ന് വയറ്റിൽ പോകും. വയറ്റിലെത്തിയാൽ ഡൈജസ്റ്റീവ് ജ്യൂസസുമായിട്ട് മിക്സ് ആകും. അങ്ങനെ ജ്യൂസസുമായിട്ട് മിക്സ് ആയ ഭക്ഷണം ഏകദേശം 4 hours നമ്മുടെ വയറ്റിൽ തന്നെ ഉണ്ടാകും. 4 മണിക്കൂർ അല്ലെ? ആ 4 മണിക്കൂറും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഭക്ഷണം കഴിക്കും അല്ലെ? നമ്മൾ കഴിച്ച ഭക്ഷണം 4 മണിക്കൂർ വയറ്റിൽ കിടക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ തന്നെ നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കും അല്ലെ? അപ്പൊ വയറെന്ത് ചെയ്യും? വീണ്ടും അതിനെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് 4 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെ? ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂറിനകം നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിന് ദഹിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം അല്ലെ? അതാണ് പറയുന്നത് വാരി വലിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ലേ? അപ്പൊ 1-2 മണിക്കൂറിന്റെ ഗ്യാപ്പിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല. കുറച്ച് ഭക്ഷണമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്? അത് ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ആയിട്ട് ഏകദേശം 4 hours അത് വയറ്റിൽ തന്നെ നിൽക്കും. എന്നിട്ട് അവിടുന്ന് നല്ല ഭക്ഷണം അല്ലെ? അതായത് ശരീരത്തിന് യൂസ് ചെയ്യാൻ വേണ്ട ഭക്ഷണം എന്ത് ചെയ്യും? ചെറുകുടലിൽ പോകും, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോകും. ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അത് എന്ത് ചെയ്യും? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡിലെ കൂടെ എത്തിക്കും അല്ലെ? ദെൻ ആവശ്യമില്ലാത്ത ഭക്ഷണം, ദഹിക്കാത്ത ഭക്ഷണം എങ്ങോട്ട് പോകും? വൻകുടലിലേക്ക് പോകും, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. വൻകുടലിൽ നിന്ന് നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളും അല്ലെ? നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണമാണ് എന്ന് കരുതി ബോഡി ത്രൂ ദ അനസ് അല്ലെ? ഏത് വഴിയാണ്? നമ്മുടെ മലാശയം വഴി അത് പുറന്തള്ളും എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന പ്രക്രിയയാണ് പറയുന്നത്. ക്ലിയർ? നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണത്തെ അത് നമ്മുടെ ശരീരം അങ്ങനെയാണ് അതിനെ പുറന്തള്ളപ്പെടുന്നത്. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ സ്കെൽട്ടൽ സിസ്റ്റം.
skeletal system. What do you mean by skeleton? Skeleton എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? എന്താണ് നിഹാര skeleton? എല്ല്, അതായത് അസ്ഥി അല്ലേ? നമ്മുടെ അസ്ഥികൂട വ്യവസ്ഥ, അസ്ഥികൂട സംവിധാനം. നമ്മുടെ ബോഡിന്റെ അകത്ത് എന്താണുള്ളത്? അസ്ഥികൂടമാണല്ലേ? നമ്മുടെ ബോഡിന്റെ അകത്ത് സ്കെൽട്ടൽ സിസ്റ്റം ആണുള്ളത്. അസ്ഥികൂട സംവിധാനമാണ് നമ്മുടെ ബോഡിന്റെ അകത്തുള്ളത്. നമ്മുടെ പുറത്ത് കാണുന്നതല്ല അല്ലെ? നമ്മുടെ ബോഡിന്റെ അകത്ത് എന്താണ്? അസ്ഥികൂടമാണ് ഉള്ളത്. അപ്പൊ ആ സ്കെൽട്ടൽ സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ എന്ത് ചെയ്യും? പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്കെൽട്ടൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്, അസ്ഥികൂട വ്യവസ്ഥയെ കുറിച്ചാണ് അല്ലെ? അവിടെ ഒരു പിക്ചർ ഉണ്ട്, അതാണ് നമ്മുടെ ബോഡിയിലെ സ്കെൽട്ടൽ സിസ്റ്റം. അതുകൂടാതെ എന്തുണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെയും പിക്ചർ അവിടെ തന്നിട്ടുണ്ട് അല്ലെ? നമ്മളത് നോക്കിയില്ല, നമുക്കൊന്ന് പറയാം. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുക. ഫസ്റ്റ് പിക്ചർ എന്താണ്? മൗത്ത് അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡ് നേരെ മൗത്തിലേക്ക് പോകുന്നു, വായയിലേക്കാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് പോകുന്നത്. ദെൻ അവിടെ നിന്ന് സ്റ്റൊമക്ക് അല്ലെ? വായിൽ നിന്ന് നേരെ അത് വയറ്റിലേക്ക് പോകുന്നു അല്ലെ? നമ്മൾ കഴിക്കുന്ന ഫുഡ്. ദെൻ അവിടുന്ന് അത് എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റീവ് ജ്യൂസുമായിട്ട് മിക്സ് ആയിട്ട് ഏകദേശം 4 hours അത് വയറ്റിൽ തന്നെ നിൽക്കുന്നു. ദെൻ അവിടെ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു, ചെറുകുടലിലേക്കാണ് ഭക്ഷണം പോകുന്നത്. കണ്ടില്ലേ? ചെറുകുടലിന്റെ പിക്ചറാണ് അത്. ഒരു ബ്ലാക്കില് ഇങ്ങനെ ചുരുണ്ട് അവിടെ ഉണ്ടല്ലേ? അതാണ് എന്ത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ചെറുകുടൽ. ദെൻ അവിടുന്ന് എല്ലാ ഭക്ഷണവും, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം എങ്ങോട്ട് പോകും? നമ്മുടെ ബ്ലഡിലെ കൂടി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നു. ദെൻ ആവശ്യമില്ലാത്ത ദഹിക്കാത്ത ഭക്ഷണം എങ്ങോട്ട് പോകും? ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആ യെല്ലോ കളറിൽ അതിന്റെ അകത്ത് കിടക്കുന്നതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ. ദെൻ വൻകുടലിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭക്ഷണം ഏത് വഴി? അനസ്. അവിടെ എന്തുണ്ട്? അനസ് ഉണ്ട് അല്ലെ? ഏറ്റവും താഴെ കാണുന്നുണ്ട്. അതുവഴി ആണ് ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഭക്ഷണം പുറന്തള്ളുന്നത്. ക്ലിയർ? അതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മുടെ സ്കെൽട്ടൽ സിസ്റ്റം. സ്കെൽട്ടൽ സിസ്റ്റവും അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആ സ്കെൽട്ടൽ സിസ്റ്റത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. The skeletal system. There are 206 bones in an adult body. These bones together make up the skeletal system. എന്തുണ്ട്? There are 206 bones in an adult body. ഒരു മുതിർന്ന ആളുടെ ശരീരത്തിൽ 206 അസ്ഥികൾ ഉണ്ടാവും അല്ലെ? ഇറ്റ്സ് എ GK ക്വസ്റ്റ്യൻ. നമുക്ക് GK-യിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഒരു അഡൽട്ടിന്റെ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ടാകും? 206 ബോൺസ് ആണ് ഒരു അഡൽട്ടിന്റെ ബോഡിയിൽ ഉണ്ടാകുക. അഡൽട്ട് എന്ന് വെച്ചാൽ മുതിർന്ന ആളുകളുടെ. എന്താണ്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പോ 206 ബോൺസ് ഉണ്ടാവും ഇൻ ആൻ അഡൽട്ട് ബോഡി. ദീസ് ബോൺസ് ടുഗദർ മേക്ക് അപ്പ് ദ സ്കെൽട്ടൽ സിസ്റ്റം. ഈ എല്ലുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സ്കെൽട്ടൽ സിസ്റ്റം, അസ്ഥികൂട സംവിധാനം. അസ്ഥികൂട സംവിധാനം ഉണ്ടാകുന്നത് ഈ ബോൺസ് ഒക്കെ പരസ്പരം ചേർന്നിട്ടാണ് സ്കെൽട്ടൽ സിസ്റ്റം ഉണ്ടാകുന്നത്. ദ ബോൺസ് ഗിവ് പ്രോപ്പർ ഷേപ്പ് ടു ദ ബോഡി അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള എല്ലുകളാണ് നമ്മുടെ ബോഡിക്ക് എന്ത് നൽകുന്നത്? ഒരു ഷേപ്പ് നൽകുന്നത് അല്ലെ? ബോൺസ് ഇല്ലാതിരുന്നാൽ നമുക്ക് എന്തുണ്ടാവും? ഷേപ്പ് ഉണ്ടാവുമോ? ഇപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാം, നമ്മുടെ കൈയിന്റെ എല്ല് തന്നെ പൊട്ടിന്ന് വിചാരിക്കുക അല്ലെ? എല്ലില്ലാത്ത കൈ എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുക അല്ലെ? അതിനൊരു ഷേപ്പ് ഉണ്ടാവുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള അസ്ഥിയാണ് നിഹാരമൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെയാണ് എല്ല് പൊട്ടിയ കൈകൾ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കൈക്ക് എന്ത് വേണം? എല്ല് വേണം. കൈക്ക് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ മുഴുവൻ അസ്ഥികൂട വ്യവസ്ഥ വേണം അല്ലെ? ബോൺസ് വേണം. അതില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഷേപ്പ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഈ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിന് ഷേപ്പ് നൽകുന്നത്. They support the body so that we can stand upright and move. എന്താണ്? ഈ എല്ലുകളാണ് നമ്മുടെ ബോഡിയെ എണീറ്റ് നിൽക്കാനും അല്ലെ നടക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ കാലോ കൈയോ പൊട്ടിയാല് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നടക്കാനോ കൈകൊണ്ടൊന്നും എടുക്കാനോ ഒന്നും പറ്റില്ല അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ബോൺസ് ആണ് നമ്മളെ എണീറ്റ് നിൽക്കാനും നടക്കാനും എന്തെങ്കിലുമൊക്കെ എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണ്? ഈ ബോൺസ് ആണ്. And bones also protect delicate organs like the heart, brain and the lungs. And
ഈ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഡെലിക്കേറ്റ് ഓർഗൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഡെലിക്കേറ്റ് ഓർഗൻസ് എന്ന് വെച്ചാൽ ഏതാണ്? സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെ, നല്ല ലോലമായിട്ടുള്ള മൃദുവായിട്ടുള്ള കുറെ ഓർഗൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്ത്. പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാവുന്ന കുറെ ഓർഗൻസ് ഉണ്ട്. ലൈക്ക് ഹേർട്ട്, ബ്രെയിൻ ആൻഡ് ലങ്സ് അല്ലെ. ശ്വാസകോശം, ഹൃദയം, പിന്നെന്താണ് ബ്രെയിൻ, തലച്ചോറ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഡെലിക്കേറ്റ് ഓർഗൻസ് ആണ്. വളരെ സോഫ്റ്റ് ആണ്. അത് നമ്മുടെ കൈയും കാലും ഒന്നും പോലെ അത്ര ഹാർഡ് അല്ല. നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് ആണ് ബ്രെയിൻ, ഹേർട്ട് ആൻഡ് ലങ്സ്. ഇതൊക്കെ എന്താണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലോലമായിട്ടുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. അപ്പോ നമ്മുടെ ഈ എല്ലുകളാണ് എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ദ സ്കെൽട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു അസ്ഥികൂടത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? സ്കൾ അല്ലെ. നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ഈ മാംസം ഒക്കെ മാറിക്കഴിഞ്ഞാൽ അല്ലെ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. നമ്മുടെ എല്ലാവരുടെയും ബോഡി എന്താണ്? ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ പുറത്തെ നമ്മുടെ ഈ കണ്ണും എന്താണ് അലൻ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മോനെ? ഓക്കെ. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള പുറത്തുള്ള നമ്മുടെ കണ്ണും മൂക്കും എന്താണ് വായും ചുണ്ടും ഒന്നും അല്ല അല്ലെ. ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഈ പിക്ചറിൽ കാണുന്ന പോലെയാണ് നമ്മൾ എല്ലാവരും അല്ലെ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മളൊക്കെ ഇതുപോലെയാണ് ഉള്ളത്. ഭംഗിയുണ്ടോ കാണാൻ? ഇല്ല അല്ലെ. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് എല്ലാരും ഡിഫറെന്റ് ആണെങ്കിലും അകത്ത് എന്താണ്? ഇതുപോലെയാണ് ഉള്ളത്. അപ്പോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? സ്കൾ. സ്കൾ അല്ലെ. തലയുടെ ഭാഗത്ത് എന്തുണ്ട്? സ്കൾ. സ്കൾ എന്ന് വെച്ചാൽ എന്താണ്? തലയോട്ടി. തലയുടെ ഭാഗത്ത് ഈ മുടിയും അതിന്റെ പുറത്തുള്ള ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് ഉള്ളത്. സ്കളാണുള്ളത്, തലയോട്ടിയാണുള്ളത്. പിന്നെ റിബ്കേജ്. റിബ്കേജ് എന്ന് വെച്ചാൽ എന്താണ്? വാരിയെല്ലുകൾ. അതായത് നമ്മുടെ നെഞ്ചിന്റെ അവിടെ എന്തുണ്ട്? വാരിയെല്ലുകൾ ഉണ്ട് അല്ലെ. ബോയ്സ് അതിനെ എന്ത് പറയും? സിക്സ് പാക്ക് എന്നൊക്കെ പറയും. സിക്സ് പാക്ക് ആണോ അത്? ആണോ? ആ, ജെവിൻ ജേക്കബ് ഒക്കെ കാണിക്കുന്നുണ്ട്. മസിലൊക്കെ കാണിക്കുന്നുണ്ടല്ലേ ജെവിൻ? അപ്പൊ എന്താണ്? ഇതാണ് നമ്മുടെ റിബ്കേജ്. റിബ്കേജ് എന്ന് വെച്ചാൽ നമ്മുടെ വാരിയെല്ലുകളാണത് അല്ലെ. ഇവിടെയുള്ള വാരിയെല്ലുകളാണ്. അപ്പൊ കുറെ ആൾക്കാർ പട്ടിണി കിടന്ന് ഒട്ടിച്ച് വന്നിട്ട് പറയും ഇതെന്റെ സിക്സ് പാക്ക് ആണ് എന്ന് പറയും. സിക്സ് പാക്ക് എന്താണ്? എല്ലാവർക്കും ഉണ്ട് അല്ലെ. പക്ഷെ മെലിഞ്ഞവർക്ക് അത് കാണും, തടിയുള്ളവർക്ക് അത് കാണില്ല. പക്ഷെ സിക്സ് പാക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ. അപ്പൊ വാരിയെല്ലുകള് ആണ് അത് അല്ലെ. നമ്മുടെ ഇവിടെ കാണുന്ന റിബ്കേജിന് വാരിയെല്ലിന്റെ ഒരു കൂട്ടമാണ് അല്ലെ. കുറെ എല്ലുകൾ കണ്ടില്ലേ? കുറെ എല്ലുകൾ കാണാനുണ്ട്. ദെൻ ആം ബോൺസ്. ആം ബോൺസ് എന്താണ്? കൈയിനെ ജോയിൻ ചെയ്യിക്കുന്ന ബോൺസ് ആണ് അല്ലെ. കൈ എന്താണ്? ഇവിടെ രണ്ടെണ്ണം ജോയിൻ ചെയ്തതാണല്ലേ. നമുക്കത് കാണാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മുടെ കൈ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ എന്താണ്? നമ്മുടെ കൈമുട്ടിന്റെ അടുത്തുനിന്ന് ഇത് ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത് അല്ലെ. ഇവിടെ തൊട്ട് ഇവിടെ വരെ വേറൊന്നും, ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊന്നുമാണ് അല്ലെ. അത് ഇവിടെ ജോയിൻ ചെയ്തതിനെയാണ് ആം ബോൺസ് എന്ന് പറയാം. കൈകളെ ജോയിൻ ചെയ്ത ഇതിനെയാണ് ആം ബോൺസ് എന്ന് പറയാ. അവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ദെൻ നോക്കാം. ബാക്ക് ബോൺ. ബാക്ക് ബോൺ എന്താണ്? നമ്മുടെ നട്ടെല്ല് അല്ലെ. പുറകിൽ നമുക്ക് എന്തുണ്ട്? നട്ടെല്ലുണ്ട് അല്ലെ. അപ്പൊ ഈ നടുക്കൂടെ വരുന്ന വാരിയെല്ലുകളുടെ ഒക്കെ നടുക്കൂടെ താഴെ വരെ വരുന്ന ഇതിനെയാണ് ബാക്ക് ബോൺ എന്ന് പറയാ. നട്ടെല്ല് അല്ലെ, നമ്മുടെ ബാക്ക് ബോൺ. ദെൻ ലെഗ് ബോൺസ്. കൈയുടെ ബോൺസ് പോലെ തന്നെ കൈകളും രണ്ടും കൈമുട്ടിന്റെ അടുത്തുനിന്ന് രണ്ട് ജോയിൻസ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കാൽമുട്ടിന്റെ അടുത്തും എന്താണ്? രണ്ടെണ്ണം ജോയിൻ ചെയ്തതാണ് ഇത് അല്ലെ. അപ്പൊ അതിനാണ് ലെഗ് ബോൺസ് എന്ന് പറയാം. നമ്മുടെ മുട്ടിന്റെ കാൽമുട്ടിന്റെ അവിടെ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ലെഗ് ബോൺ ആണ് അല്ലെ. കാലുകൾ രണ്ടെണ്ണം തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത്. ദെൻ ബോൺ ജോയിൻസ്, അതായത് എല്ലുകൾ ജോയിൻ ചെയ്തിട്ട് എവിടെയുണ്ട്? കാൽമുട്ടിന്റെ അടുത്തും കാൽപാദത്തിന്റെ അടുത്തും ഈ രണ്ടെല്ലിനെയും ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. കാൽപാദത്തിന്റെ അടുത്ത് എന്താണ്? വേറൊരു പീസാണ് അല്ലെ. ഇവിടുന്ന് തൊട്ട് കാൽമുട്ടിന്റെ അടുത്തം വരെ എന്തുണ്ട്? ഒരു ബോൺ ഉണ്ട്. അവിടുന്ന് താഴെ കാൽപാദത്തിന്റെ അടുത്ത് വരെ ഒരു ബോൺ ആണുള്ളത്. പിന്നെ അവിടുന്ന് ഒരു കാല് എന്താണ്? വേറെ. അങ്ങനെ 3 ജോയിന്റ് ആണ് അവിടെ ഉള്ളത്, ബോൺ ജോയിന്റ്സ്. അപ്പൊ ഇതാണ് സ്കെൽട്ടൽ സിസ്റ്റം, അസ്ഥികൂട വ്യവസ്ഥ. തലയോട്ടി ഉണ്ട്, പിന്നെ വാരിയെല്ലുകൾ ഉണ്ട് അല്ലെ. വാരിയെല്ലുണ്ട്, പിന്നെ കൈയുടെ ജോയിന്റ്സ്, കാലിന്റെ ജോയിന്റ്സ്, നട്ടെല്ല്, പിന്നെ കാലിന്റെ എല്ലുകള് ജോയിൻ ചെയ്തത്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും
എന്ത് അസ്ഥികൂട വ്യവസ്ഥ അല്ലെ, ദ സ്കെൽട്ടൽ സിസ്റ്റം. അപ്പം വേറെ എന്തൊക്കെ ഡിഫറൻസ് ആണെങ്കിലും നമ്മൾ ശരിക്കും കാണാൻ കറുത്തിട്ടും വെളുത്തിട്ടും ഇരുനിറത്തിലും ഒക്കെ ആണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും സ്കെൽട്ടൽ സിസ്റ്റം എന്താണ്, ഒരേ നിറത്തിൽ ഒരുപോലെയാണല്ലേ. അപ്പൊ എന്താണ് സ്കെൽട്ടൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ ഷേപ്പ് നൽകുന്നത് എന്താണ്, നമ്മുടെ സ്കെൽട്ടൽ സിസ്റ്റം ആണല്ലേ. The skeletal system help us to move and stand upright അല്ലെ, നേരെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ സ്കെൽട്ടൽ സിസ്റ്റം ആണ്. ആൻഡ് ബോൺസ് ഓൾസോ പ്രൊട്ടക്ട് ദ ഡെലിക്കേറ്റ് ഓർഗൻസ് അല്ലെ, ലോലമായ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ബോൺസ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ സ്കെൽട്ടൽ സിസ്റ്റം ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. രണ്ടും എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ചു നോക്കണം. ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് സ്കെൽട്ടൽ സിസ്റ്റം രണ്ടിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വരുന്നത് ദ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ദ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് സ്കെൽട്ടൽ സിസ്റ്റം